ഡോക്ടർ ഐസക് ഡോക്ടർ ആയിരിക്കത്തില്ല, അതൊക്കെ ഞങ്ങളുടെ ബാച്ചാണ്. അല്ല, ഡോക്ടർ ഐസക്കോ? ആ അല്ല, ഞാനീ പറയുന്ന ഡോക്ടർ വി എ സാമാരാണോ? വി എ സാമാരാണോ വാഴമറ്റം? അതല്ല, വി എ സാമൽ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്യു സാറുമായിട്ട് വളരെ അടുപ്പായി, ഹോസ്റ്റൽ വാർഡിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഞങ്ങളുടെ അവിടെ നിന്ന് കുറേ പേരുണ്ട്. അവർ ഹോസ്റ്റൽ കിട്ടി പഠിക്കുക, പാവപ്പെട്ടവരല്ല, ഒന്നുമില്ലാത്തവരാണ്. ഹോസ്റ്റൽ കിട്ടിയാലേ അവർക്ക് പഠിക്കുന്നു, അല്ലാതെ ഇപ്പോൾ പോകാൻ പോയില്ല. അങ്ങനെ എല്ലാം നാളെ വാ. 12 വേക്കൻസി ഉണ്ട് STക്ക്. അതിനകത്ത് 3-4 പേരെ എടുത്തിട്ടുള്ളൂ. ഇനി 8-9 പേരെ കൂടെ എടുക്കാം എന്ന് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. 9 പേരുടെ 10 പേര്, ആ 10 പേരെ അതുകൊണ്ട് അതിനകത്ത് പ്രസിഡൻ്റ് ഐസക് PC ജോണിന് കഥയൊക്കെയാണ്. അങ്ങനെ അപ്പം ഞാനവിടെ അങ്ങനെ അവിടുത്തെ യൂണിയൻ നേതാവായി, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടു, ഏകാലിയായിട്ട് ബന്ധപ്പെട്ടു. പനമ്പള്ളി പോകുന്ന ഞാൻ എൻ്റെ മകൻ പുരുഷോത്തമൻ, വീട്ടിൽ വിളിക്കുന്ന ഉത്തമനെന്നാണ്, ആ പയ്യനായിരുന്നു ഈ BFൻ്റെ സെക്രട്ടറി. അത് തിരുമലയൊക്കെ പണത്തിന് കാര്യങ്ങൾ പനമ്പള്ളി ഞങ്ങളെ വിളിച്ചു കുഴപ്പമൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അങ്ങനെ നല്ല നിലയിൽ MA പാസ്സായി. MA പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത്. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, നോക്കുക, ഇങ്ങനെയുള്ള ഒളിച്ചുകളിയൊന്നും പറ്റത്തില്ല. എൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി, വേറെ ആരുമില്ല. അപ്പോൾ ഇനിയെങ്കിലും കല്യാണം കഴിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് PNDയിലെ ഓഡിറ്ററായിട്ട് ഓഡിറ്ററാണ് 140 രൂപ ശമ്പളം. അങ്ങനെ ആക്കട്ടെ എന്നും പറഞ്ഞു കല്യാണം. അപ്പോൾ ആര് കെട്ടും? എവിടെ വെച്ച് കെട്ടി? പ്രശ്നമാണ്, കല്യാണത്തിന് പൈസ വേണ്ട. അപ്പോൾ അപ്പോഴും എൻ്റെ ഒരു ചേട്ടൻ വന്നു. ചേട്ടൻ PNDയിലെ പോസ്റ്റ് ഓഫീസായിരുന്നു ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ഇവിടെ വന്നു, കാര്യങ്ങളെല്ലാം സാരമില്ല എന്ന് പോയി കോട്ടയത്ത് നിന്ന് ബിഷപ്പിനെ കണ്ട്, ബിഷപ്പ് ഹോസ്പിറ്റൽ ആളെ കണ്ട് ഈ പള്ളിയിലെ നെരുവായി പോയി PA എബ്രഹാം അദ്ദേഹത്തെ കണ്ട്, കിടക്കുന്ന പള്ളിയുടെ പ്രമാണിമാരാണ്. അവരെ കണ്ട് നേരിയാവിൽ നിന്ന് അവരുടെ അംഗമാണെന്നെല്ലാം പറയാൻ സർട്ടിഫിക്കറ്റ് വെച്ച് കുട്ടത്തോട് കൊടുത്ത് അങ്ങനെ കല്യാണം കോട്ടയത്ത് വെച്ച് നടത്തി കഴിഞ്ഞു. മാണിത്തിരി അച്ഛനാണ് കല്യാണം നടത്തിയത്. അറിയാമോ? ആ കല്യാണത്തിന് 9 പേരോ 7 പേരോ ഉണ്ടായിരുന്നുണ്ട്. എൻ്റെ അപ്പനും സഹോദരങ്ങളും. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരും ഇല്ല, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആരുമില്ല. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു സഹോദരനും, പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കുട്ടിയമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു ഇതുണ്ട്, കുട്ടിയമ്മ NS ജോസഫ് സാറിൻ്റെ മകളാണ്. അപ്പോൾ ആ കുട്ടിയമ്മയും കൂടെ വന്നിരുന്നു. അപ്പോൾ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കല്യാണം നടന്നത്. പിന്നെ ജീവിക്കുന്ന ലീലാമ്മയുടെ 140 രൂപ താമസിക്കാൻ സ്ഥലമില്ലാത്തത്. പൂജപ്പുര അടുത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന വീടിൻ്റെ വരാന്ത എത്രയുണ്ട്, അത് മറിച്ച് കെട്ടി ചാപ്പൽ പോലെ ചായ്പ് അവിടെ താമസം ആരംഭിച്ചു. ആദ്യത്തെ ദിവസം വെറും പാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പാ. അവിടെ താമസമായി ആ വീട്ടുകാർ, അവിടെ കക്കൂത്തൊന്നും വേറെ ഇല്ല, ഒരു കക്കൂത്തും കുളിമുറിയൊക്കെ ഉണ്ട്. അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. അവർ നല്ല മനുഷ്യരെന്ത് ചെയ്തു, അവരെല്ലാം ഒരു 8 മണിയാകുമ്പോഴേ അവരുടെ പണികളെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് അനുവദിച്ചു 8-9 ഇടയ്ക്ക് സ്ഥലം നമുക്ക് കിട്ടും. അങ്ങനെ അവിടെ താമസിക്കേണ്ട ഒരു ഇടത്തോളം താമസം. അങ്ങനെ താമസിച്ചപ്പോഴാണ് എനിക്കൊരു ജോലി കിട്ടി. എല്ലാം കാണുന്നതൊക്കെ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് കിട്ടിയില്ലെന്നറിയാം. അപ്പോൾ വക്കീൽ പണിക്ക് പോക്കളയാണ് എന്ന് വിചാരിച്ചു. ഞാൻ ലോക്കളയിൽ പോയി അപേക്ഷ പറഞ്ഞു. അത് ലീലാമ്മ കണ്ടു. വീട്ടിൽ വഴക്കായി, ബഹളായി. അപ്പോൾ ഞങ്ങൾ പേരിലേ ഉള്ളൂ. വഴക്കായി, ഇനി പഠിക്കാൻ പറ്റത്തില്ല, ജോലിക്ക് തന്നെ പോകണമെന്നുള്ള എന്തെങ്കിലും ജീവിതം നമ്മളെങ്ങനെ ജീവിക്കും? നമ്മളെങ്ങനെ എൻ്റെ 140 രൂപ കൊണ്ട് നമ്മൾ ജീവിക്കുക. ഇത് കൊച്ചായ പിന്നെ നമ്മളെന്ത് ചെയ്യും? ഞാൻ വിളിക്കും പോട്ടെ എന്ന് വിചാരിച്ചാൽ കടലാസെല്ലാം വെച്ചൂരി കളഞ്ഞിട്ട് അപേക്ഷ തുടങ്ങി. അങ്ങനെ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻ്റായിട്ട് അത് 40-150
അല്ല 50-140 സ്കെയിൽ. അറിയാം, നല്ല കാലം വരുന്നേക്കുന്നത് കിട്ടിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പോലീസ് വെരിഫിക്കേഷൻ അപേക്ഷയിലെ എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് തിരുവനന്തപുരമായിട്ട് കാണിച്ചു. മറ്റേ കാണിച്ചില്ല. കോളേജിലൊന്നും എഴുതിയില്ല. സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റ് ആയിട്ട് പോയി ജോയിൻ ചെയ്തു. 6 മാസം ട്രെയിനിങ്ങാണ്. ട്രെയിനിങ് നമുക്ക് കുറച്ച് പൈസ തരുന്നു. അതേ പെർമനൻ്റ് ആക്കുള്ളൂ. അപ്പോൾ സെക്രട്ടേറിയറ്റ് എന്ത് പറ്റി? കുഞ്ഞുണ്ണി മേനോൻ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹമാണ് ട്രെയിനിൻ്റെയൊക്കെ ചുമതലക്കാരൻ. അദ്ദേഹത്തെ ബാക്കിയുള്ളവരെ ചുറ്റുവിളിക്കണം. ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇത് ട്രെയിനിങ് കേട്ട് പോലീസ് വെരിഫിക്കേഷൻ കൈവഴി എടുക്കൊണ്ട് കൊണ്ടുവരുന്നത് അതൊരു ഒക്കത്തിലാണ്. അതുകൊണ്ട് ബഹളം കൂട്ടി കുഞ്ഞുണ്ണി മേനോൻ പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ് ആൾ തന്നെ റിട്ടർ ചെയ്ത് ഇവർക്ക് പോലീസ് വെരിഫിക്കേഷൻ വേണ്ട, പിന്നീട് നടത്താൻ ഇവിടെ വെരിഫിക്കേഷൻ ഇപ്പോൾ എടുത്തു കാര്യങ്ങൾ. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ഞങ്ങളെല്ലാവരും കൂടെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞു ചോദിക്കും. അപ്പോഴും എനിക്കറിയാം ഞാൻ എന്തെങ്കിലും പുറത്തു പോകേണ്ടി വരും അറിയാം. പക്ഷേ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെ ആരൊക്കെ പിടിച്ചു ഇപ്പോൾ 6 മാസം ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നത്. കുഞ്ഞുണ്ണി മേനോൻ അതിന് ഉത്തരം പറയണം. പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ ഞങ്ങളെ എടുത്തതിന് പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ സെക്രട്ടറി അസിസ്റ്റൻ്റ്. അത് കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ബ്യൂറോ ഓഫ് അക്കാഡമിക് സ്റ്റാറ്റിസ്റ്റിക്സിലെ റിസർച്ച് അസിസ്റ്റൻറ്റ്, അത് MA കാർക്ക് മാത്രമേ അപ്ലൈ ആയുള്ളൂ. കുറച്ചുകൂടെ 200-400 മറ്റാ സ്കെയിൽ അവിടെ കിട്ടി. അതിൻ്റെ 5-8 മാസം കഴിഞ്ഞപ്പം സെക്രട്ടേറിയറ്റിൽ തന്നെ സൂപ്രണ്ടിൻ്റെ പോയി സ്പെഷ്യൽ റിപ്പോർട്ടിന് സൂപ്രണ്ടിൻ്റെ പോയി എഴുതി. ഞാൻ നാച്ചുറലി എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ പോയി ജോയിൻ ചെയ്തു. സെക്രട്ടറി ഇപ്പോഴത്തെ സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നതാണ് അന്നത്തെ സൂപ്രണ്ട്. ആ സൂപ്രണ്ടായിട്ടിരിക്കുമ്പോഴാണ് ഇനിയിപ്പം വേറെ രക്ഷയില്ല, കോളേജിൽ പോകാനൊക്കെ പിന്നെ വേറെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ സെക്രട്ടറി. എന്നാൽ പിന്നെ ഉള്ളത് ഭേദം IAS ആണ്. അത് എഴുതിക്കളയാൻ പറയും. അപ്പോൾ എഴുതാൻ ഒരു പണി ചെയ്തത്. ഒരു ദിവസം ഞാൻ അപ്പോൾ നമുക്ക് വെറും മുണ്ടും ഷർട്ടും, വാച്ചില്ല, കുടയില്ല, ചെരുപ്പില്ല. പൂജപ്പുരന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടന്നും തിരിച്ചും വരും. അപ്പോൾ ട്രെയിനിങ് ഒരു 3:30 തീരുകയില്ല. ബാക്കി സമയം ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോകും. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് വായിക്കുന്നു. പിന്നെ പബ്ലിക് ലൈബ്രറിയിലും പോകും. പബ്ലിക് ലൈബ്രറിയിൽ പ്രധാനം പത്രം വായിക്കാനാണ് പോകുന്നത്. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ലളിതമായ സ്ഥലത്ത് ഞാനും വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ IAS സാധിക്കളയാം. അപ്പോൾ അങ്ങനെ വേണോ വേണ്ടതെന്നെല്ലാം അങ്ങനെ ആലോചിച്ച് IAS സംഭവം ഭയങ്കര വെരിഫിക്കേഷൻ. അപ്പോൾ കിട്ടിയില്ലെന്ന് ഉറപ്പാണ്. പിന്നെ ഏത് വർഷമായിരുന്നു സാർ ഈ IAS വേണ്ടി ശ്രമിച്ചത്? ആ വർഷം ഓർമ്മയുണ്ടോ? 66. അങ്ങനെയുണ്ട്. അത് ആദ്യത്തെ കൊല്ലം. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഞാൻ അനുഭവിച്ചാണ്. അപ്പോൾ ആ ട്രെയിനിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ലളിതാംബിക, പിന്നീട് ചീഫ് സെക്രട്ടറി ചന്ദ്രശേഖരനാർ. അവരുണ്ട്. അതൊക്കെ IAS കിട്ടിയില്ല. ഞാൻ ആ കൊല്ലം ആദ്യത്തെ കൊല്ലം പരീക്ഷ എഴുതിയില്ല. കാരണം എഴുതാതിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മോളുണ്ടായി. അപ്പോൾ പിന്നെ പോകാൻ പറ്റാത്ത സൗകര്യം കിട്ടിയില്ല. എഴുതിയില്ല. പക്ഷെ അത് ഒന്നുകൂടെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂട്ടുകൊണ്ടു തുടങ്ങിയപ്പം അത് ഒരു പൊതുവെ എല്ലാവരും പറഞ്ഞ ലോകത്തിലെ ഏറ്റവും കൂടിയ പരീക്ഷകളിൽ ഒന്നാണ് IAS പരീക്ഷ. ലോകത്തിൽ എന്നൊക്കെയാണ് ഈ ട്രെയിനിങ് വിദഗ്ധന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് പലരും മടിക്കുന്നത്. ഞാൻ എന്തായാലും അതിനെ കാരണം ഒരു വിധാനം വന്നപ്പോൾ എൻ്റെ പെട്ടിയെല്ലാം പരിശോധിച്ചിട്ട് അതിനകത്ത് എൻ്റെ മേളത് സർട്ടിഫിക്കറ്റെല്ലാം വാരി കുപ്പി കട്ടിലെ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നിങ്ങളെ കാണിക്കാൻ ഇതൊക്കെ നിങ്ങൾ മറന്നുപോയാൽ ഇത്രയും സർട്ടിഫിക്കറ്റ് മെഡലൊക്കെ വാങ്ങാൻ നിങ്ങൾ നമ്മൾ സ്പോർട്സിൻ്റെ ചാമ്പ്യനായിരുന്നു, ഗെയിംസിനെല്ലാം നമ്മളെടുക്കണമായിരുന്നു. ഏതൊക്കെ രസമായിട്ട് ഇൻ്റർ കോളേജായിട്ട് ഡാൻസ് ക്ലബിൻ്റെ കിട്ടി, കൊല്ലത്ത് കിട്ടി. ഇത്രയും കിട്ടിയ ഒരാൾക്ക് IAS കിട്ടിയില്ലാന്ന് ആരെങ്കിലും വിളിച്ചു പ്യൂറായിട്ട് ഇവരുടെ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി പാസ്സായി. അത് ഏത് വർഷമായിരുന്നു? 67. അതിലെന്തെങ്കിലും റിസർവേഷൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ട്? ഉണ്ട്. അന്നും ഉണ്ട്, റിസർവേഷൻ ഉണ്ട്. അല്ല, അതുകൊണ്ട് സാറിന് അത് ലഭ്യമാക്കിയോ എന്നുള്ളത്? പിന്നെ അത് കിട്ടിയത് മാത്രമല്ല, ഞാൻ സർട്ടിഫിക്കറ്റ് അതിലാക്കി. അന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. നമുക്ക് വലിയ പടം അവർ എഴുത്തിരുന്നത് ഹിസ് forefathers were reported to be Malayan. അങ്ങനെ കിട്ടും.
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെച്ചിരിക്കുന്ന ഒരു ഫാറമുണ്ട്. ആ ഫാറം ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫാറത്തെ റിപ്പോർട്ട് ഞാൻ തരില്ല. ഞാനും വല്ലാതെ പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒന്നുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കൾ പലയിടത്തും പോയി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ജോലിക്കാരുടെ ദ്രാവിനോടെ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അവരോട് പോയി ചെയ്തിട്ട് 2 പേര് ഇക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്തു. ഞാൻ പാലാ കമ്മീഷണർ, മുനിസിപ്പൽ കമ്മീഷണർ 2 സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു. ഇത്ര പൈസയൊക്കെ മുടക്കി എന്നൊരാൾ പറയും. മറ്റാൾ ഈ കാര്യമൊന്നും നിങ്ങൾ എന്നോട് അന്വേഷിക്കാൻ പറയില്ല, പറഞ്ഞില്ല. പിന്നെ ഞാൻ പാലായിൽ ചെന്ന് ഈ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് പല റിപ്പോർട്ടിട്ട് പിന്നെല്ലാം പറഞ്ഞ് എഴുതി മേടിച്ചിട്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, കളക്ടർ അല്ലെങ്കിൽ അഡീഷണൽ, ഇങ്ങനെയാണ് ഒപ്പിടേണ്ടത് അന്നത്തെ കാലത്ത്. വേണ്ടിയത് IAS ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പക്ഷേ കാര്യങ്ങളുടെ പോക്കെ കോട്ടയത്തോന്ന് ആ കൂടെ വണ്ടിക്കുള്ളിക്കുള്ള കാശേ ഉള്ളൂ. അന്ന് തന്നെ വന്ന് അന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പോരുന്നത്. അതുവല്ലതും നടക്കും. അത്രയൊന്നും ദൂരമില്ലല്ലോ. അവിടെ വന്ന് കൈ കാശില്ല. കോട്ടയത്തോന്ന് അന്ന് 5 C7 വാസു എന്ന് പറയുന്ന ക്ലാർക്കിനെ വിളിച്ച് ഏൽപ്പിച്ചു. അയാളാണ് ഇതെല്ലാം ചെയ്യുന്നത്. C7 മൂത്രമൊഴിക്കാൻ പോകുമ്പോഴാണ് എന്തെങ്കിലും ഉണ്ണാൻ നേരത്തെ പുറത്ത് വരുമ്പോഴൊക്കെ ഞാൻ ഓടിച്ചത്. സാറേ എൻ്റെ കാര്യം പിന്നെ പറയാം പൊക്കും. ഞാൻ വരാന്തി നിൽക്കുക. രാവിലെ പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം ഞാൻ രാവിലെ 9 മണിക്ക് വിളിച്ചത്. വൈകുന്നേരം മേടിക്കും. പട്ടിണിയാണ്. വൈകുന്നേരം 1 ഗ്ലാസ് വെള്ളം 2 പരിപ്പടിയും തിന്നാം. ഈ IAS പാസ്സായതിനു ശേഷമാണോ ഇത്? അല്ലെന്നേ IAS അപേക്ഷിക്കാൻ അപേക്ഷാപത്ര സർട്ടിഫിക്കറ്റ് മേടിക്കണം. 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അഡ്രസ്സ് കിട്ടിയ മറുപടി വന്നു. ഹോം മിനിസ്റ്റർ കാശിൽ നിന്നാണ്. അതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ നോട്ട് ഷെഡ്യൂൾഡ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ ഡേ പ്രൊപ്പോസൽ. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ നോട്ട്. അതെ, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ നോട്ട് ഷെഡ്യൂൾഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റിലീജിയൻ Nature does not deprive them of the benefits reservation in the public service as well as in admission to government colleges, education institutions. അതാണ് ഓപ്പൺ സമ്മതിക്കുന്നത്. അവസാനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മോശം ഞാൻ മോശം വാക്കൊന്നും ഉപയോഗിച്ച് ഉറക്ക് കൂടി മേശപ്പെടുന്ന റോൾക്കടി എടുത്തകളെ അടിക്കാനായിട്ട് ഞാൻ ആ റോൾക്കടിക്ക് ഏൽപ്പിച്ചു. കുണ്ടും തള്ളും ബഹളം ഉണ്ടായത്. അപ്പോൾ ബാക്കിയുള്ള ക്ലാർക്കുമാരെല്ലാം ആഴ് വന്നു. ഇത് കേട്ട് തൊട്ടടുത്ത് മുറി കഴിഞ്ഞ ആദ്യ പ്രഭു പറഞ്ഞു, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഉടനെ ശിരസ്താറാണ്, അതായത് ശിരസ്താറാണ് കളക്ടറേറ്റ് എല്ലാ കാര്യത്തിലും ഭരണത്തിൻ്റെ തലവൻ. ആൾ വരും, സാറേ ഇയാൾ പറയുന്ന രീതിയിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും, അതിനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അത് ഞാൻ പറയാനുള്ളത് അതേപോലെ പറയാം, യു കം എന്ന് പറയാൻ എന്നെ വിളിച്ച് അയാളെ മുറിപ്പുള്ളി ഇരിക്കാൻ പണിയായിരുന്നില്ല. ഞാൻ എന്നുള്ള പ്ലീസ് ഇതാവും സ്വരം മാറ്റി പറയാനിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അതിൻ്റെ ബഹളം കൊണ്ടാണ് ക്യാൻ യു ഗിവ് മീ 5 minutes, ഐ വിൽ എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ്, ദെൻ യു കം ടു മൈ റൂം. അങ്ങനെ പോയത്. അവിടെ ചിലപ്പോൾ നല്ല സുന്ദരമായ ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഗവൺമെൻറ് അത് SC-യും ST ആയിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഒന്നും മിണ്ടിയില്ലെങ്കിലും മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇറങ്ങി വന്ന് ശിരസ്താരോട് പറഞ്ഞു, കേസ് യുഗിക്കുന്ന സർട്ടിഫിക്കറ്റ് സാറിന് വേണമെങ്കിൽ കൊടുത്തു, ഞാൻ കൊടുക്കില്ല, എൻ്റെ പണി പോകും. ഞാൻ കൊടുത്തോളാം, എന്നെ കൊണ്ടുപോകുന്നത്. അത് അയാളുടെ കൈയക്ഷരത്തിൽ തന്നെ ഫില്ല് ചെയ്യാളോ ഫില്ല് ചെയ്ത് കൈയക്ഷരത്തിൽ ടൈപ്പ് ചെയ്ത് സമ്മതിക്കും. ഒപ്പിട്ട് സീല് വെച്ച് എൻ്റെ ഇരിപ്പുണ്ട് കത്ത്. ആ കത്തിന് സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് എപ്പോഴും ഇരിപ്പുണ്ട്. അതെന്തെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ അങ്ങനെയാണ് IAS അപ്ലൈ ചെയ്തത്. ഈ നിയോഗം അല്ലെങ്കിൽ നിമിത്തം അല്ലെങ്കിൽ ദൈവവിധി എന്ത് വേണമെന്ന് നമുക്ക് പറയാം. പിന്നീട് ഞാൻ IAS കഴിഞ്ഞ് എന്നെ പോസ്റ്റ് വെച്ച് സബ്സ്ക്രൈബായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ആദ്യമായിട്ടിരുന്നത് ഈ ശിരസ്താറായിരുന്ന വെള്ളവടി നേരേണ്ട വെള്ളവടി, അയാളല്ല ശിരസ്താറായിരുന്ന അവിടുത്തെ ആദ്യം. അയാളിൽ നിന്നാണ് ഞാൻ ചാർജിലേക്ക് വന്നത്. അയാൾക്ക് എന്നെ മനസ്സിലായില്ല, ഞാനത് അയാളോട് പറഞ്ഞില്ല. IAS ട്രെയിനിങ് കാലത്ത് ഞാൻ കാലിക്കറ്റ് ട്രെയിനിങ്ങിന് പോയി ചെയ്തു.
ട്രെയിനിങ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 2 മാസം 1 മാസം ഇങ്ങനെ വില്ലേജ് ഓഫീസറായിട്ട് തഹസിലായിട്ട് ആദ്യയോട് കൂടെ 3 മാസം ഇങ്ങനെയൊക്കെയാണ്. ആദ്യമായിട്ട് തന്നെ 3 മാസം ഇങ്ങനെയൊക്കെയാണ് ട്രെയിനിങ്. ഞാൻ ആദ്യം അടുത്തേക്ക് ചെന്നത് നമ്മുടെ പഴയ അടിയോടിയാണ് അവിടുത്തെ ആദ്യം. ഞാൻ ആളോട് പറഞ്ഞില്ല, അയാൾ എന്നോടും പറഞ്ഞില്ല, കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ആളുടെ കൂടെയുള്ള ട്രെയിൻ തീർന്നേ പോരുന്ന നേരത്തെ തന്നെ പറഞ്ഞു, അവിടെ ഇട്ട് കമ്മൻ ഫുഡ് കിട്ടുന്നു പോരാ. വൈകുന്നേരം ആളുടെ വീട്ടിൽ പോയി ആൾ ഭക്ഷണം കിട്ടാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ വണ്ടി കാറെ കയറുന്ന സമയത്ത് അയാൾ വന്ന് കഥ തന്നടച്ചു. എന്നിട്ട് എന്നാ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം. അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളെ എനിക്കും അറിയാം. ശരിക്കല്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നയാൾ. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം മതി, ഓർമ്മയുണ്ടല്ലോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് മാത്രം ഒരു പ്രത്യേക കൺസിഡറേഷൻ അല്ലേ. ബൈക്കിലെ ഡെപ്യൂട്ടി കളക്ടർ അയാളെ മാത്രം ഇയാൾ ഏറ്റെടുത്തവരെ വലിയ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഈ ആവശ്യം സ്പെഷ്യൽ കൺസിഡറേഷൻ എന്നാണ്. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഞാൻ ആരോട് പറയാത്തൊരു കാര്യം, ഈ IAS പരീക്ഷ, ആ പരീക്ഷയെക്കുറിച്ച് കുറച്ച് കഴിയോടെ ഞാൻ പറയുന്നത് വാസ്തവത്തിൽ വെരി ഡിഫിക്കൽട്ടാണ്. ഇന്നുണ്ട് അന്ന് ഇറ്റ് വാസ് മച്ച് മോർ ഡിഫിക്കൽട്ട്. IAS പരീക്ഷ ഒന്നും കൊണ്ട് തീരുന്നില്ല. അന്ന് പുല്ലുമറിയും വയനാടുമാണ്. ഇന്നാണ് പ്രിലിമിനറി ട്രെയിനിൽ ഒറ്റ പരീക്ഷയുള്ളൂ. ആ പരീക്ഷയിലെ കണ്ടീഷനാണ് ആദ്യത്തെ 5 പേപ്പർ പാസ്സായാൽ 8 പേപ്പറുണ്ട്. 8 പേപ്പറിൽ 5 പേപ്പർ പാസ്സായാൽ സെൻട്രൽ സർവീസസിനെ പരിഗണിക്കും. സെൻട്രൽ സർവീസ് 6 പേപ്പർ പാസ്സായാൽ IPS പോലീസ്. IAS IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇത് പരിഗണിക്കണമെങ്കിൽ 8 പേപ്പർ പരിഗണിക്കുക പാസ്സായാൽ ഈ UPSC ബിൽ വിസയുടെ മിനിമം കട്ട് ഓഫ് മാർക്ക് അത് കിട്ടിയ ഇൻ്റർവ്യൂവിന് 200 പരം മലയാള മാർക്ക്, അതിനും ഒരു മിനിമം വെച്ചിട്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പാസ്സാവുക. ഇൻ്റർവ്യൂവിന് പോയി ഡൽഹിയിലായിരുന്നു ഇൻ്റർവ്യൂ. ആദ്യം ഡൽഹിക്ക് പോവുക, എവിടെ താമസിക്കും, എഗെയിൻ നിയോഗം എന്ന് പറയാം. ട്രെയിനിൽ വെച്ച് ഒരു ജോൺ എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടു. അയാൾ കിങ് ആൻഡ് കോച്ച് എന്ന് പറഞ്ഞ കമ്പനിയിലെ സ്റ്റെനോഗ്രാഫറാണ്. അപ്പോൾ ഡൽഹി 2-3 ദിവസം ട്രെയിനിലുണ്ട്. ഡേറ്റ്സ് നിറയും. എവിടെ താമസം ഞാൻ പറയുന്നത്, അയാൾ പറഞ്ഞ മദ്രാസ് കഫേ എന്ന് പറഞ്ഞൊരു ലോഡ്ജുണ്ട്, അവിടെ താമസം. വലിയ ചിലവൊന്നും ആവില്ല. കുറച്ച് നേരം ഒരു കാര്യം ചെയ്യാം, ഞാൻ താമസിക്കുന്ന അയാളുടെ അളിയനാണ് എൻ്റെ കൂടെ, അവിടെ വാ, നമുക്കൊന്നിച്ച് കഴിയാം. നമ്മൾ അളിയൻ സമ്മതിക്കും. എന്നെ വിളിച്ചിട്ട് അവിടുത്തെ അങ്ങനെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലാണ്, അതിലെവിടെയുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് അണ്ടർ സെക്രട്ടറി എന്നാണ് അവിടെ താമസിച്ചു. അന്ന് 2-3 ദിവസം അവിടെ താമസിച്ചു. അതിനുള്ള ഭക്ഷണവും എല്ലാം തന്നു. അവരാണ് UPSC അന്ന് ഷാജഹാൻ റോഡിലാണ് ഓഫീസ്. അവിടെ ചെന്നു ഇൻ്റർവ്യൂ ഒന്നും 45 മിനിറ്റോളം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. എന്നെ സംബന്ധിച്ച് ടഫായിരുന്നില്ല. അത് കാര്യം ഞാൻ പറയുന്നത്. അവർ ചോദിച്ച ഇൻ്റർവ്യൂവിന് പോകുന്നതിന് ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ചോദ്യത്തിൽ അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞില്ല, ഉത്തരം അറിഞ്ഞില്ലെങ്കിൽ അറിയില്ല എന്നുള്ളത്. പിന്നെ പറയുന്നത് യു മേ ബി റോങ്, ബട്ട് യുവർ റോങ് ആൻസർ ഷുഡ് കം ഫ്രം യുവർ കൺവിക്ഷൻ. അതേ വരുള്ളൂ. അപ്പം എനിക്ക് മൈ നോളജ് വാസ് അപാരം. കുഞ്ഞായിരുന്നപ്പം അത് കേരളഭൂഷണം പത്രം വായിച്ചു, അത് കണ്ടിന്യൂ ചെയ്തു. കേരളഭൂഷണമായപ്പോൾ പിന്നീട് അതായത് തുടർച്ചയായിട്ട് 10-15 കൊല്ലം ഹിന്ദു വായിച്ചുകൊണ്ടിരുന്നു. മനോരമ മാത്രം ഇതെല്ലാം വായിക്കും. ഒരു ദിവസമൊക്കെ ലൈബ്രറിയിൽ പോയി വായിക്കുക. അങ്ങനെ വായിച്ചിട്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും മുഖ്യമന്ത്രി എന്ത് സംഭവം ഉണ്ടായാലും എൻ്റെ നാക്കിലുണ്ടത്, എനിക്കറിയാം. ഏത് കാര്യം ചോദിച്ചാലും അതെ. അങ്ങനെ അത് ഞാൻ പറയാം, IAS എന്ന് പറഞ്ഞൊരു ട്രെയിനിങ്ങോ കോച്ചിങ്ങോ മാത്രമല്ല, നേരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പത്രം വായിച്ച് മാസിക വായിച്ച് ഡിസ്കസ് ചെയ്ത് അന്ന് പ്രസംഗം കേൾക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാനൊക്കെ പലയിടത്തൊക്കെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് കെ ബാലകൃഷ്ണനെ ആയിട്ട് വളരെ അടുപ്പമായി. അദ്ദേഹത്തിൻ്റെ അഡ്മയറായിരുന്നു ഞാൻ കെ ബാലകൃഷ്ണൻ്റെ. കെ ബാലകൃഷ്ണൻ ഇവിടെ കാണാൻ അതിൻ്റെ പഴയ കോപ്പി കൗമുദിയിലെ കൗമുദി വീക്കിലി അങ്ങനെ വെച്ചു. അങ്ങനെ ഞാൻ RSPക്കാരനായി, കുറച്ച് RSPക്കാരനായി.
അതാണ് ഒരു പാർട്ടി ചേർന്നിട്ടുള്ളത്. കോതമംഗലത്ത് ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കി ബീഡിത്തൊഴിലാളികളുണ്ട്. അങ്ങനെ പറഞ്ഞു കുറേ ആൾ പറഞ്ഞു. അപ്പം ലോകത്തിലേത് സംഭവം ഉണ്ടായാലും ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞ ചെറിയൊരു ബുക്കുണ്ട്, ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ടാക്കണം, ഇൻ്റർവ്യൂവിൽ. അത് വായിച്ച് അതിനകത്തുള്ള ഓപ്പൺ അറിയില്ലേ അറിഞ്ഞൂടാന്ന് പറയും. എനിക്ക് അറിഞ്ഞൂടാന്ന് പറയേണ്ടതൊന്നും വന്നില്ല, എല്ലാം അറിയാം. പറഞ്ഞില്ല ഒരു ചോദ്യം, മിസ്റ്റർ ജോസ്, suppose you are selected and allotted to the state of Kerala.